UK NMC രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് പിൻ നമ്പറൊക്കെ കിട്ടിയിട്ട് നാട്ടിലേക്ക് മടങ്ങി വരേണ്ട ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇന്ത്യയിൽ നിന്ന് UK പോയി അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ UK ഒരു നഴ്സിംഗ് മിഡ്വൈഫറി കൗൺസിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതിനായിട്ടാണ് നാട്ടിൽ നിന്ന് തന്നെ ലാംഗ്വേജ് ടെസ്റ്റ്, അത് IELTS അല്ലെങ്കിൽ OET എഴുതിയിട്ട് അതിനുശേഷം നാട്ടിൽ നിന്ന് തന്നെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞ് UK ചെന്ന് ഒരു പ്രാക്ടിക്കൽ എക്സാം, അതാണ് ഓസ്കി കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു കുട്ടിക്ക് അവിടെ പിൻ നമ്പർ കിട്ടുന്നത്. ഈ പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് UK വർക്ക് ചെയ്യാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് UK കംപ്ലീറ്റ് നഴ്സിംഗിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. അത് തന്നെ എംപ്ലോയർ ഒത്തിരി എക്സ്പെൻസ് എടുത്തുകൊണ്ട്, അതായത് ഈ ഓസ്കിയുടെ എക്സ്പെൻസ് പോലും എടുത്തിട്ടാണ് ഒരു നേഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നൗ അറ്റ് പ്രസൻറ്റ് ആ ഒരു പ്രോസസ്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒത്തിരി പേർക്ക് ജോലി കിട്ടാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഓപ്ഷൻ അവൈലബിൾ ഉള്ളത്? ഇങ്ങനെയുള്ളവർക്കുള്ള ഒരു ഓപ്ഷനാണ് മാസ്റ്റേഴ്സ് നഴ്സിംഗ് അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം അവിടെ UK ചെയ്യുക എന്നുള്ളത്. മാസ്റ്റേഴ്സ് പ്രോഗ്രാം അവിടെ UK ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് അവർക്ക് പാർട്ട് ടൈം, അതായത് പഠിക്കുന്ന സമയത്ത് അവർക്ക് പാർട്ട് ടൈം 20 hours നോർമലി വർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു 20 hours ഓൾറെഡി ഒരു പിൻ നമ്പർ ഉള്ള ഒരു കുട്ടി ആയതുകൊണ്ട് അവർക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. നൗ ദാറ്റ് ഈസ് എൻ ഓപ്ഷൻ. അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ PCBSc, ഈവൻ ഒരു MSc എടുത്ത ഒരാൾക്കാണെങ്കിൽ പോലും മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഏജ് ഒരു പ്രത്യേകം അവർ കൺസിഡർ ചെയ്യത്തില്ല. ഈവൻ 38-40 ഒക്കെ ഉള്ള കുട്ടികൾ വരെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് പോയിട്ടുമുണ്ട്. ഗ്യാപ്പ്, അതായത് പഠിച്ചതിന് ശേഷം ഒത്തിരി കാലമായിട്ട് ജോലി ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും മാസ്റ്റേഴ്സ് നഴ്സിംഗ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇസ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് റിക്വയർമെൻറ്റ്. അത് വരുമ്പോഴേക്കും IELTSഉം OETയും അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അവൈലബിൾ ഉണ്ട്. സോ OET നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ട് വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചില യൂണിവേഴ്സിറ്റീസ് IELTS റിക്വയർമെൻറ്റ് വേവ് ഓഫും ചെയ്യുന്നുണ്ട്. അപ്പോഴിങ്ങനെ മാസ്റ്റേഴ്സ് നഴ്സിംഗ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ആ പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ആയിട്ട് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. ഇനി വർക്ക് ചെയ്തത് എവിടെയാണോ ആ ഹോസ്പിറ്റലിൽ തന്നെ പലപ്പോഴും നിങ്ങളവിടെ അബ്സോർബ് ചെയ്ത് ഒരു ജോബ് ഓഫർ കിട്ടാനുള്ള പോസിബിലിറ്റിയും വളരെ ഹൈ ആണ്. ഇതുകൂടാതെ നിങ്ങൾക്കൊരു 1 year കൊണ്ടാണ് മാസ്റ്റേഴ്സ് നഴ്സിംഗ് ഡിഗ്രി തന്നെ കയ്യിൽ കിട്ടുന്നത്. മൂന്നാമത്, നിങ്ങൾക്ക് ഈ ഒരു മാസ്റ്റേഴ്സ് നഴ്സിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് നേഴ്സായിട്ട് തന്നെ കൺസിഡർ ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അതായത് ഒരു ബാൻഡ് 6 ലെവലിലൊക്കെയും ഒരു നേഴ്സ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി ഒരു നോർമൽ രജിസ്റ്റേർഡ് നേഴ്സിനേക്കാളും കൂടുതലാണ് ഒരു സ്പെഷ്യാലിറ്റി നേഴ്സ് മേടിക്കുന്നത്. ഏകദേശം £35,000 to £42,000, അതായത് ഒരു 42 ലക്ഷം ആണ് ആനുവൽ ഒരു ഇൻകം സ്പെഷ്യലൈസ്ഡ് നേഴ്സസിന് വരുന്നത്. സോ ഇങ്ങനെയൊക്കെയോ ഉള്ളൊരു ഓപ്ഷൻസ് മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ്, അതായത് ഈ മാസ്റ്റേഴ്സ് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കൺട്രിയിലേക്ക്, വേറെ ഒരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു മാസ്റ്റേഴ്സ് നഴ്സിംഗ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൂടുതൽ കൺസിഡറേഷൻസ് ഒക്കെയും കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ അവിടെ 2 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ NCLEX RN എന്നുള്ള എക്സാം എഴുതാതെ തന്നെ ഓസ്ട്രേലിയയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. സോ ഈ ഒരു അഡ്വാൻറ്റേജസ് ഒക്കെയും ഉള്ളതുകൊണ്ടാണ് പലരും ഈ ഒരു മാസ്റ്റേഴ്സ് നഴ്സിംഗ് UK ചെയ്യുന്നത് തന്നെ. ഇതുപോലെ ഡിപ്ലോമ കഴിഞ്ഞൊരു കുട്ടിക്കും ബാച്ചിലേഴ്സ് പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. UK ടോപ്പ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് പ്രോഗ്രാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പിൻ നമ്പർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 1 year കൊണ്ട് ഈ ഒരു ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഹെൻസ് നിങ്ങൾക്ക് അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം. നൗ ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ അവൈലബിൾ ഫോർ ദ ഡിപ്ലോമ നഴ്സസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ തന്നെ ജോബ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയും ഹൈ ആണ്. കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ബാച്ചിലേഴ്സ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് പിന്നീട് മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഗ്രിയും
വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അറിയാവുന്നതുപോലെ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ വരുമ്പോഴേക്കും ഡിപ്ലോമ നഴ്സസിനെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ള രീതിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഹെൽപ്പും ഈ ഒരു വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇങ്ങനെയുള്ള പല ഓപ്ഷൻസും യു കെയിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് UK അല്ലെങ്കിൽ NMC രജിസ്ട്രേഷൻ പിൻ നമ്പർ ഓൾറെഡി കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെയും പറഞ്ഞു തരാനായിട്ട് പറ്റും. സോ താങ്ക് യു വെരി മച്ച്. MedCity International Academy. Trusted hands forever.